ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വിഷമത്തിലാണ്. കാരണം ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് പോയി തിരിച്ച് നാട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പഹൽഗാമിലെ ആ ഒരു വിഷയം ഉണ്ടായത്. അത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്ത ഡേറ്റ് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി വെച്ചെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയി ഈ പറയുന്ന സംഭവത്തിന്റെ ആ ഒരു ഡേറ്റിലാണ് ഞങ്ങൾ അവിടെ എത്തിയെച്ചെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാനിന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ആർക്കൊക്കെ നന്ദി പറയണ്ടെന്ന് അറിയില്ല. എന്നാലും നമ്മളുടെ ആ 27 സഹോദരർ അവര് ജീവൻ വെടിഞ്ഞല്ലോ. ഞങ്ങളൊട്ടും വിചാരിക്കുന്നില്ലല്ലോ നമ്മൾ ടൂറിസ്റ്റുകളുടെ നേരെ. ശരിക്കും വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സംഭവം നടന്നതാ. ന്യൂസൊക്കെ കണ്ടപ്പോൾ ശരിക്കും കിളി പോയി. എന്നുവെച്ചാൽ ഇങ്ങനൊരു സംഭവം നമ്മൾ ആ വഴി പോയതാണ്. പഹൽഗാമിലൂടെയും ഞങ്ങൾ സഞ്ചരിച്ച് അവിടെ സ്പെൻഡ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞ സ്ഥലമൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. എല്ലാവരും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു, നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചു. നാട്ടില് വിറച്ചു പോയി ശരിക്കും പറഞ്ഞ ആ സംഭവം കേട്ടപ്പോൾ തന്നെ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. കാരണം ഈ ഒരു അപകടത്തിൽ നിന്ന് തരലനാരഴിക്കാൻ ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നത്. ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും അധികം വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രേക്ഷകരുടെ എല്ലാവരുടെയും ശ്രദ്ധിക്കുക. എല്ലാവരും ഈ വ്ലോഗ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വേറൊന്നുമല്ല, നോർമൽ എൻ്റെ ട്രാവൽ വ്ലോഗ്സ് ഞാൻ എപ്പോഴും ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ എൻഡ് അടിക്കാറുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുൽമർഗ് പോകുന്ന വഴിയാണിത്. ഗുൽമർഗ് പോകുന്ന വഴി ടാൻമർഗിന് മുന്നേ ആയിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു ഓർഗാനിക് സ്പൈസസ്, കോസ്മെറ്റിക്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത് ഷോപ്പിലെത്തി. ഫസ്റ്റ് തന്നെ അവിടുത്തെ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് സാഫ്രോൺ പരിചയപ്പെടുത്തി. ഒറിജിനൽ സാഫ്രോൺ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള കാര്യമാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇവർ ഞങ്ങളെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഇവിടെ ഉള്ള ഭൂരിഭാഗം ഐറ്റംസും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അതിപ്പോൾ കോസ്മെറ്റിക്സ് ആണെങ്കിലും ശരി, അല്ലാണ്ട് കഴിക്കാനുള്ള സംഭവങ്ങളാണെങ്കിലും ശരി. ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയൊക്കെ തന്നു. കൊള്ളാം, എന്തായാലും നല്ല ഷോപ്പാണ്. നന്നായിട്ടാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടുത്തെ കാശ്മീരിലുള്ള ആൾക്കാരൊക്കെ. നല്ല സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ്. ഷോപ്പിലെല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ സാഫ്രോൺ എടുത്തു, 1 ഗ്രാം എടുത്തു. 1 ഗ്രാം 300 രൂപ അടുത്തായി. ഓൾ ഓവർ ഇന്ത്യ അവർക്ക് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ടാൻമർഗിന് മുന്നേ തന്നെ വേറൊരു സ്ഥലമുണ്ട്, കുറച്ച് വൈബ് ചെയ്യാൻ പറ്റിയ. ഞങ്ങളത് കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ടാൻമർഗ് പോയിട്ട് വേണം നമുക്ക് ജാക്കറ്റ് കാര്യങ്ങൾ എടുക്കാൻ. കാരണം ഗുൽമർഗ് പോകുമ്പോൾ ജാക്കറ്റും ബൂട്ടും മസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്ത് വിറങ്ങലിച്ച് ഫ്രീസായി പോവും. ഇവിടെ ഫുള്ളും മഞ്ഞാൽ പുതച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ്. അതിപ്പോൾ നമ്മൾ സോനമർഗ് കണ്ട പോലെ തന്നെയാണ് ഇവിടെയും. കറക്റ്റ് ക്രിസ്മസ് ട്രീ ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ. എന്നുവെച്ചാൽ ഫുള്ള് ഈ ഒരു സീസണിൽ ഫുള്ള് ഇങ്ങനെ ഇലയൊക്കെ പൊഴിഞ്ഞ് മഞ്ഞാൽ മൂടപ്പെട്ടാണ് എല്ലാ മരങ്ങളും കാണുന്നത്. ഈ സ്നോഫോളിൻ്റെ സീസൺ മാറുമ്പോൾ ഇതെല്ലാം പച്ച പൊതിച്ചിരിക്കും, ഈ മരങ്ങളും ഈ പ്രദേശവും. ഞാൻ കുറച്ച് നേരം കയ്യിലെ ഗ്ലൗസ് ഊരി നിന്നായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ പയ്യെ കൈയൊന്ന് ഫ്രീസായി, നമുക്കത് മനസ്സിലാവും, ഫ്രീസായി തുടങ്ങും ഇങ്ങനെ. കാശ്മീരിലുള്ളവർക്ക് ഇത് സർവ്വസാധാരണമാണെങ്കിലും നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ, നമ്മളിവിടെ കേരളത്തിലൊരു 27 ഡിഗ്രി ടു 32 ഡിഗ്രി വരെയും അനുഭവിച്ച ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു -3 -5 വരുമ്പോഴത്തേക്ക് നമുക്കത് പിടിച്ചിരിക്കാൻ പറ്റില്ല. കുറച്ച് നേരത്തേക്കൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം, പക്ഷെ അത് സ്ഥിരമാക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും ഇറങ്ങി. പോകുന്ന വഴിയെല്ലാം മഞ്ഞാൽ മൂടപ്പെട്ടാണ്. ഞങ്ങൾ പോകുന്ന വഴി കുറച്ച് വില്ലേജേഴ്സിനെ കണ്ടു, കുറച്ച് കുട്ടികളെ സംസാരിച്ചു, ഫോട്ടോയൊക്കെ എടുത്തു.
പിന്നെ ടാൻമർഗ് എത്തിയ ശേഷം ഞങ്ങൾ ചെയിൻ വണ്ടി എടുത്തിട്ടോ, അവിടുത്തെ യൂണിയൻ വണ്ടി. ചെയിൻ വണ്ടി ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് ഗുൽമർഗ് പോകാൻ പറ്റില്ല. വണ്ടിയുടെ ടയർ വെറുതെ കറങ്ങുമെന്നല്ലാണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങില്ല. സ്ലിപ്പറി ആയിരിക്കും റോഡ്, ഫുള്ളും മഞ്ഞാണ് റോഡിൽ. അത് നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫുള്ള് സ്ലിപ്പറി ആയിരിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെയിൻ വണ്ടി എടുത്തു. ഇപ്പം ഞങ്ങൾ ടെമ്പറേച്ചർ നോക്കിയതാണ്, -5 കാണിച്ചത്. കുറച്ച് നേരം ഇവിടെ നിന്ന് കളിച്ചു. പിന്നെ ഈ റൂട്ടല്ല, ഇതിൻ്റെ മറുവശമാണ്. അത് നമ്മുടെ തമിഴ് മൂവി ലിയോ ഇല്ലേ, തലപതി വിജയുടെ ലിയോ മൂവി ഷൂട്ട് ചെയ്ത കഫേ. ഈ ഏരിയ അല്ല, ഇതിൽ നിന്നും ഒരു 10-40 കിലോമീറ്റർ ആ റേഞ്ച് ഉണ്ടാവും. ഈ റൂട്ടല്ല, വേറെ റൂട്ടാണ്. പക്ഷെ അത് ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അത് നമ്മ ചൂസ് ചെയ്ത് പോകുന്നതാണല്ലോ. അത് അവർ പറയുകയും ചെയ്തു, ഈ വണ്ടിയുടെ ഡ്രൈവർ പറയുകയും ചെയ്തു അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം, എക്സ്ട്രാ ചാർജസ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ടൈം മീറ്റ് ചെയ്യില്ല കറക്റ്റായിട്ട്. ഞങ്ങൾ ഗുൽമർഗ് പോയി അവിടെ നിന്ന് നേരത്തെ ഇറങ്ങേണ്ടി വരും, എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ടൈം കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം ആലോചിച്ചു എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അത് ശരിക്കും വലിയൊരു മിസ്സിങ് ആയിപ്പോയി ആ സംഭവം. എന്തായാലും പോകണമായിരുന്നു. പുള്ളി പറഞ്ഞു ഫേമസ് സ്ഥലമാണ്, എല്ലാവരും വരും, എല്ലാ ടൂറിസ്റ്റുകളും അവിടെ വന്ന് കയറാറുണ്ടെന്ന് പറഞ്ഞു ആ ഒരു കഫേ. അങ്ങനെ ഞങ്ങൾ ഗുൽമർഗ് എത്താറായിട്ടോ. ചെയിൻ വണ്ടി എടുക്കാനുള്ള ടൈമായി. ഇപ്പം തന്നെ ചെയിൻ വണ്ടി എടുക്കും. ആ സ്ഥലം എത്തുമ്പോൾ അവരെ നിർത്തും, ഈ ഡ്രൈവർ നിർത്തിയിട്ട് വേറെ വണ്ടി, അവിടുത്തെ യൂണിയൻ ഉണ്ട് ഈ ചെയിൻ വണ്ടികൾക്ക്. അപ്പോൾ നമ്മൾ വണ്ടി മാറിക്കയറും, വേറെ ഡ്രൈവറായിരിക്കും. എന്നിട്ട് ഈ പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും വൈകിട്ട് വരെ. ഇതാണ് ചെയിൻ വണ്ടി ഞങ്ങൾ എടുത്തത്. ഇത് ടാറ്റ സുമോ ആയിരുന്നു, പണ്ടത്തെ പടക്കുതിര. അങ്ങനെ ഗുൽമർഗ് എത്തി. അവിടെ നിന്ന് അധികം ദൂരമില്ലായിരുന്നു ഗുൽമർഗിലേക്ക്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ, ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഗൊണ്ടോല റൈഡ് വേർ ക്യാബില്ലേ, അത് ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കാണിച്ചു. വേറൊരു കോമഡി എന്ന് വെച്ചാൽ ഞാൻ ആധാർ കാർഡ് എടുത്തില്ല. അത് കുഴപ്പമില്ലായിരുന്നു, എൻ്റെ ഫോണിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. ആധാർ കാർഡൊക്കെ മസ്റ്റാണ് ഇവിടെ വരുമ്പോൾ. കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ഡൗട്ടായിരുന്നു എനിക്ക്. ഇതാണ് ഫസ്റ്റ് ഫേസിലേക്ക് പോകുന്ന റൂട്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു പുറം കാഴ്ചകളൊക്കെ. ഇത് കണ്ടില്ലേ, മഞ്ഞിൽ പൊതിച്ച് കിടക്കുന്ന ഈ ഒരു ടൈപ്പ് മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പക്ഷേ അതിനെ ഈ ഒരു മഞ്ഞിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. സിനിമയിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു ലെവലാണത്. പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് മെഡിസിൻസൊക്കെ ആയിട്ടാണ് വന്നത്. കാരണം നമ്മളുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. നോർമൽ ഓഫീസിൽ കിട്ടുന്ന ഒരു AC അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു AC-യുടെ ആ ഒരു തണുപ്പ് അതായിട്ട് ഒരിക്കലും എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ നാച്ചുറലായിട്ടുള്ള ആ ഒരു തണുപ്പ് അത് എത്ര ഡിഗ്രി വരെ പോകും, മൈനസ് എത്ര വരെ പോകുമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ മെഡിസിൻസൊക്കെ എല്ലാം സെറ്റ് ചെയ്താണ് ഞങ്ങൾ വന്നത്. മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ബോഡി നോർമലി റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് റിയാക്ട് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് ഫേസ്. ഞങ്ങൾ സെക്കൻഡ് ഫേസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് സെക്കൻഡ് ഫേസിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫേസിൽ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കാശ്മീർ പോയ ടൈം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, മഞ്ഞുരുകി പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു സീസൺ, കാരണം റോട്ടിൽ വരെ മഞ്ഞ് കിടക്കുന്ന സീസൺ എന്ന് വെച്ചാൽ എന്തോ നവംബർ പകുതി തൊട്ട് മാർച്ച് ലാസ്റ്റ് വരെയാണ്, അങ്ങനെ എന്തോട്ടാണ്. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ ഒരു ഉൾഭയം ഉണ്ടായിരുന്നു, മഞ്ഞ് കാണാൻ പറ്റുമോ, സ്നോഫോൾ കാണാൻ പറ്റുമോ എന്ന്. പക്ഷേ ഞങ്ങളെടുത്ത റൂമിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് സ്നോഫോൾ കിട്ടുകയും ചെയ്തു. അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്, ഒന്നും പറയാനില്ല. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പോലും
ആ ഫസ്റ്റ് വ്യൂ അതൊരു രക്ഷയുമില്ലാത്തതായിരുന്നു. ഞങ്ങൾ കയറിയിരിക്കുന്ന ഈ ക്യാബില്ലേ, ഈ ഒരു വേറെ ക്യാബ്, ഇതിനെയാണ് ഗൊണ്ടോല എന്ന് പറയുന്നത്, ഗൊണ്ടോല റൈഡ്. അത് കുറച്ച് ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിർത്തിയായിരുന്നു പോയിരുന്നത് വെച്ചത്. അങ്ങനെ ഞങ്ങളെത്തി, അവിടുത്തെ ഫേസ് 2 സ്റ്റേഷൻ എത്തി, അവിടെ ഇറങ്ങി. ഇനി കുറച്ച് വൈബിങ് പരിപാടികൾ. ഇവിടെ നോർമൽ ചായക്ക് 100 രൂപയാണ്. അതാണ് വൻ കോമഡി. ഇവിടെ ചായക്കട ഇട്ടാത്തതിന് ജീവിക്കാനുള്ള വകയായി. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കത്തിക്കണമല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ എന്താ പറയുക പ്രശ്നം. ഈ ഒരു തണുപ്പിൽ ഇങ്ങനെ അവരിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കർപ്പൂരം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. എന്നിട്ടാണല്ലോ ചായയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മാഗിക്കും അതുപോലെ ഒരു പ്ലേറ്റിന് 100 രൂപ. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാശ്മീരിലുള്ള ജനതയുടെ പ്രധാന വരുമാന മാർഗം എന്ന് വെച്ചാൽ ഈ ടൂറിസം തന്നെയാണ്. നല്ല വരുമാനം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താവും അവസ്ഥയെന്നറിയില്ല. കാരണം പഹൽഗാം ആക്രമണം, ഞാൻ ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, അത് പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭാഗ്യം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാം ഓക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലെത്തി വന്നത്. ഇവിടെ നിൽക്കുന്നത് വൻ കോമഡി തന്നെയാണ്. കുറച്ച് നേരം നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് വരണമല്ലോ, വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഫോൺ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് വരണം. അങ്ങനെ ഗ്ലൗസ് ഒരു 5 മിനിറ്റോളം ഊരി നിന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഗ്ലൗസ് ഊരി ഒരു 5-10 മിനിറ്റൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർന്ന് പയ്യെ ഇങ്ങനെ ഫ്രീസായി വരാൻ തുടങ്ങും. കാല് വരെയും ഫ്രീസായി. ആ ബൂട്ടിൻ്റെ ഉള്ളിൽ കൂടി മഞ്ഞാട്ടൊക്കെ കുറേ ഇറങ്ങിയായിരുന്നു. അങ്ങനെ ബൂട്ടൊക്കെ ഊരി കുടഞ്ഞൊക്കെയാണ് ഒന്ന് സെറ്റ് ചെയ്ത്. കണ്ട് കുറച്ച് നേരം അവിടെ പോയിരുന്നു മന്നിച്ചിരുന്നേച്ച് കുറച്ച് നേരം. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടന്റുമായി കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഔട്ട്. ബൈ ബൈ.